ഹായ് കേരറ്റ് ജയ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരറ്റ്സ് 2026 ടിയർ റാലിയുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. 2026 ടിയർ റാലിയുടെ എക്സാം എഴുതിയ കുട്ടികളാണെങ്കിലും അതേപോലെ തന്നെ 2026 വരാൻ പോകുന്ന ടിയർ റാലി അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കേഡറ്റ് ആണെങ്കിലും ഈ ഒരു വീഡിയോ ഫുൾ കാണുക. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. മുൻ വർഷങ്ങളിൽ അതായത് 2025-ലും 2026-ലും എപ്പോഴാണ് എക്സാം നടന്ന് റിസൾട്ട് എപ്പോൾ വന്ന് ആദ്യം ആരുടെ റിസൾട്ടാണ് വരുന്നത്, കേരളത്തിൻ്റെ റിസൾട്ട് എപ്പോഴാണ് വരുന്നത്, ഈ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫൈനൽ കൺക്ലൂഷൻ എന്താണ് കുട്ടികളെ? 2025-ലെ ടിയർ റാലിയുടെ എക്സാം എഴുതിയ കുട്ടികളാണെങ്കിലും 2026-ൽ വരാൻ പോകുന്ന ടിയർ റാലി അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിലും വീഡിയോ ഫുൾ കണ്ടിരിക്കണം. പരമാവധി ഷെയർ ചെയ്യുക. ഒരു വീഡിയോ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. അതായത് ഓരോരോ പോയിന്റും എടുത്ത് ഞാൻ പറയുന്നതായിരിക്കും. എവിടേക്കാണ് റാലി നടന്നത്, ഇനി ഒരു വീഡിയോ ഉടനെ വരുന്നുണ്ട്. കട്ട് ഓഫ് എത്രയായിരുന്നു എന്നതിനെക്കുറിച്ചൊക്കെ അതിൻ്റെയും ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങളും ടിയർ റാലിയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ടിയർ റാലിയിൽ ജോലി കിട്ടുന്നിടം വരെ. കാരണം ടിയർ റാലിയുടെ എല്ലാ അപ്ഡേറ്റ്സും പ്രോപ്പർ ഫിസിക്കൽ ട്രെയിനിങ്ങും പ്രോപ്പർ ക്ലാസ്സുകളും ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ മാത്രമാണ് കേരളത്തിൽ നിന്ന് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത്. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ് അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നല്ലപോലെ ശാന്തമായിട്ടിരുന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുക. എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. കാരണം ടിയർ റാലിയാണ്, നോർമൽ റാലി അല്ല ഇത്. ടിയർ റാലി എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. നമ്മുടെ കേരളത്തിലെ മിക്ക കുട്ടികൾക്കും ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഇല്ല. 18 വയസ്സ് മുതൽ 42 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ മെയിൽ കേഡറ്റിനും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു റാലിയാണ് ടിയർ റാലി എന്ന് പറയുന്നത്. എത്ര വയസ്സ്? 42 വയസ്സ് വരെ. ക്ലിയർ ആയല്ല? അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും നോക്കാം. നോക്കൂ കുട്ടികളെ, 2025-26 ടിയർ റാലി നടന്ന് 4 ലൊക്കേഷനിലായിട്ടാണ്. ഫസ്റ്റ് ലൊക്കേഷനാണ് കൊൽഹാപൂർ, മഹാരാഷ്ട്ര. ആൻഡ് സെക്കൻഡ് ലൊക്കേഷനാണ് സെക്കൻഡറാബാദ്, തെലങ്കാന. തേർഡ് ലൊക്കേഷനാണ് ബെൽഗാവ്, കർണാടക. ആൻഡ് ഫോർത്ത് ലൊക്കേഷനാണ് ദേവലാലി, മഹാരാഷ്ട്ര. ഈ 4 ലൊക്കേഷനിലായിട്ടാണ് ഫിസിക്കലി നടന്നത്. നവംബർ 27 ആൻഡ് 28 കേരളത്തിലെ കുട്ടികളുടെ റാലി. അപ്പോൾ ഈ റാലി എല്ലാം കംപ്ലീറ്റ് ആയി. അതിനുശേഷം മെഡിക്കൽ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് കുട്ടികളുടെ എക്സാം നടന്ന് ജനുവരി 18-നാണ്. ജനുവരി 18-ന് എക്സാം കഴിഞ്ഞു. അതിനുശേഷം കുട്ടികളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റും വന്നിരിക്കുകയാണ്. 2 ഡേയ്സ് മുന്നെയാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നത്. അതിൻ്റെ അപ്ഡേറ്റഡ് വീഡിയോസ് ആലും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി ഞാൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതായിരിക്കും. നോക്കൂ കുട്ടികളെ, അപ്പോൾ 4 ഏരിയയിലാണ് ടിയർ റാലി നടന്നത്. പല കുട്ടികളും പല സെൻറ്ററിൽ പോയിട്ടാണ് ടിയർ റാലിയുടെ എക്സാം അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന വേക്കൻസിയാണ്. ടോട്ടൽ വേക്കൻസി എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ കേരളം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉൾപ്പെടുന്നത് സോൺ 4-ലാണ്. അപ്പോൾ ഈ ഒരു 4 എന്ന് പറയുന്ന സോണിനകത്ത് ടോട്ടൽ വേക്കൻസി നോക്കൂ കുട്ടികളെ. സോൾജർ GD എന്നൊരു ട്രേഡിലേക്ക് 1372. പിന്നെ ബാക്കി എല്ലാ ട്രേഡിൻ്റെയും വേക്കൻസി നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതനുസരിച്ച് ടോട്ടൽ അറൗണ്ട്ലി 1426 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. 2025-26 അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി വന്നത് സോൺ 3-ലാണ്. അതിനുശേഷം കൂടുതൽ വേക്കൻസി വന്നിരിക്കുന്നത് സോൺ 4-ലാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ഇനി ബാക്കി ഡീറ്റെയിൽഡ് കാര്യത്തിലോട്ട് നോക്കാം. നോക്കൂ കുട്ടികളെ, 2026 ജനുവരി 18-ന് എക്സാം എഴുതിയ ജനുവരി 18-ന് എക്സാം എഴുതിയ കുട്ടികളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നിരിക്കുകയാണ്. ഇത് ഏത് യൂണിറ്റാണെന്ന് പറഞ്ഞു തരാം. എല്ലാ വർഷവും ടിയർ റാലിയുടെ എക്സാം കഴിഞ്ഞതിന് ശേഷം ആദ്യം റിസൾട്ട് ഔട്ട് ചെയ്യുന്നത് H&H യൂണിറ്റിൻ്റെയാണ്. ഏതാണ്? നിങ്ങൾക്കിവിടെ വളരെ ക്ലിയർ ആയിട്ട് കാണാം. എന്താണ് കുട്ടികളെ? H&H യൂണിറ്റിൻ്റെയാണ് ആദ്യം റിസൾട്ട് ഔട്ട് ചെയ്യുന്നത്. അതിന് റീസൺ ഉണ്ട്. അതിന് റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റിൻ്റെ അണ്ടറിൽ നടക്കുന്ന ടെസ്റ്റുകൾക്കെല്ലാം ഇനി 2 ടെസ്റ്റുകൾ കൂടി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇവരുടെ ഒരു ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നതായിരിക്കും. ജമ്മു ആൻഡ് കാശ്മീരിലാണ് ഈ ഒരു സെൻറ്ററെല്ലാം ഉൾപ്പെടുന്നത്. നോക്കൂ കുട്ടികളെ, നിങ്ങൾക്ക് ഇവിടെ കാണാം 161 ഇൻഫൻട്രി ബറ്റാലിയൻ H&H യൂണിറ്റ്. എന്താണ്? 161 ഇൻഫൻട്രി ബറ്റാലിയൻ H&H യൂണിറ്റ്. നോക്കൂ കുട്ടികളെ, നിങ്ങളിവിടെ കാണാം. പ്രീവിയസ് ഇയറിൽ അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം റിസൾട്ട് വന്നത് ഐ തിങ്ക് എൻ്റെ ഐഡിയയിൽ പറയുകയാണ് 160 ഇൻഫൻട്രി ബറ്റാലിയൻ്റെയാണ് പ്രീവിയസ് ഇയറിൽ വന്നത്. ഇതോടൊപ്പം തന്നെ മറ്റ് പല ബറ്റാലിയൻ്റെയും റിസൾട്ട് ഔട്ട് ആയിട്ടുണ്ട്. കാരണം ഈ സ്ക്രീനിങ് ടെസ്റ്റും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ആൾറെഡി ഫെബ്രുവരി 1st വീക്ക് മുതൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. നോക്കൂ കുട്ടികളെ, അപ്പോൾ ഇൻഫൻട്രി ബറ്റാലിയൻ്റെ റിസൾട്ട് വന്നു. ഇനി ഒരു കാര്യം നിങ്ങൾ അറിയേണ്ടതാണ്, ഇവരുടെ ഏതൊക്കെ ടെസ്റ്റുകളാണ് ബാലൻസ് ഉള്ളതെന്ന്. നോക്കൂ കുട്ടികളെ, സ്ക്രീനിങ് ടെസ്റ്റും അതുപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഉണ്ട്. ഈ ഒരു ടെസ്റ്റിന് വേണ്ടിയാണ് ടോട്ടൽ 353 കേഡറ്റിന് ഇവർ പാസ്സാക്കിയിരിക്കുന്നത്. അതും ഓരോ ദിവസങ്ങളിലും കാറ്റഗറി വൈസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നോക്കൂ, 1st ഏപ്രിൽ ഇവരുടെ സ്ക്രീനിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട് 120 കുട്ടികൾ. സെക്കൻഡ് ഡേയിലാണെന്നുണ്ടെങ്കിൽ 120. അതിനുശേഷം തേർഡ് ഡേയിലാണെന്നുണ്ടെങ്കിൽ 113 കേഡറ്റിനെയാണ് സ്ക്രീനിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലേക്ക് വിളിച്ചിരിക്കുന്നത്. ഇതിനുശേഷം ഇവരുടെ പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നതായിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ കുട്ടികൾക്കുള്ള ഡൗട്ട് ഉണ്ട് ഇനിയും. അത് ബാലൻസ് ആണ്. അതായത് കേരളത്തിലെ കുട്ടികളുടെ എപ്പോഴാണ് റിസൾട്ട് വരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. വെയിറ്റ് ചെയ്യുക. അതോടൊപ്പം ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്, അത് ഞാൻ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ പറയാൻ വിട്ടുപോയി. അതായത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എപ്പോൾ വരും, അതിൻ്റെ ഒഫീഷ്യൽ ലെറ്ററും വളരെ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. H&H യൂണിറ്റിനാണ് വന്നിരിക്കുന്നത്. കാരണം ഇവർക്ക് ഇനി 2 ടെസ്റ്റ് കൂടിയുണ്ട്, സ്ക്രീനിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അത് കഴിഞ്ഞ് പിന്നെയും ഇവരുടെ ഒരു ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നതായിരിക്കും. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി അറിയാനുണ്ട്, മുൻ വർഷങ്ങളിലെ അപ്ഡേറ്റ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കുട്ടികളെ. നോക്കൂ, മുൻ വർഷങ്ങളിലെ അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ
പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2025 ടിയർ റാലിയുടെ അപ്ഡേറ്റ് എടുക്കാം. 2025 അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സാം നടന്നത് 2025 ജനുവരി 12-നാണ്. അതേപോലെ തന്നെ H&H യൂണിറ്റിൻ്റെ എല്ലാം റിസൾട്ട് വന്നത് ഫെബ്രുവരി 2nd വീക്കിലാണ്. സെയിം ഇതേ കണക്ക് തന്നെ. പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നത് കുട്ടികളെ 2025 കാര്യമാണ് പറയുന്നത്. കേരളത്തിലെ കുട്ടികൾക്ക് വന്നത് മാർച്ച് 5-നാണ്. മാർച്ച് 5-നാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നത് കേരളത്തിലെ കുട്ടികൾക്ക്. എങ്ങനെയാണ് ഈ ഒരു റിസൾട്ട് അറിയാൻ പോകുന്നത് അത് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഇനി നമ്മുടെ 2026 അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സാം നടന്നത് ജനുവരി 18-നാണ്. H&H യൂണിറ്റിൻ്റെ റിസൾട്ട് വന്നിരിക്കുന്നത് സെയിം ഫെബ്രുവരി 2nd വീക്കിലാണ്. ഞാൻ റെഫാർട്ട് എഴുതിയാണ്, നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ, പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എപ്പോഴായിരിക്കും വരാൻ പോകുന്നത് ഒഫീഷ്യൽ ലെറ്റർ സഹിതം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാലോ? ഇനി ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങൾ അറിയാനുള്ളത്, അത് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി നോക്കൂ കുട്ടികളെ, ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എപ്പോഴാണ് വരാൻ പോകുന്നത് അതിൻ്റെ അപ്ഡേറ്റ് ആണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കൂടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. റിവൈസ്ഡ് ടൈം ലൈൻ ഫോർ റിക്രൂട്ട്മെൻറ്റ്, ഇത് ടിയുടെ സ്റ്റാർട്ടിംഗ് മുതലുള്ള എല്ലാ അപ്ഡേറ്റ്സ് ഇതിനകത്തുണ്ട്. ഇവിടെ നോക്കൂ കുട്ടികളെ, നിങ്ങളുടെ ഇത്രയും കാര്യങ്ങൾ ആൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയും പ്രോസസ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന സ്ക്രീനിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. ഇതും ഫെബ്രുവരി 3 മുതൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 22 ഫെബ്രുവരി വരെയുണ്ട് ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നത്. എത്ര വരെയാണ്? 22 ഫെബ്രുവരി വരെ ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട്. അതിനുശേഷം നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരാൻ പോകുന്ന അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. 1 മാർച്ചാണ് ഇതിനകത്ത് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് ഒരു ടെൻറ്ററ്റീവ് ഡേറ്റ് ആണ്. പ്രീവിയസ് ഇയറിലാണെന്നുണ്ടെങ്കിലോ ജനുവരി 12-ന് എക്സാം ആയിരുന്നു, റിസൾട്ട് വന്ന് മാർച്ച് 5-നാണ്. ഈ തവണ ജനുവരി 18-നായിരുന്നു എക്സാം. ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എന്തായാലും ഫെബ്രുവരി 20-ക്കും എന്താണ് കുട്ടികളെ, ഫെബ്രുവരി 20-ക്കും അതുപോലെ തന്നെ മാർച്ച് 1st വീക്കിനും ഇടയിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഞാൻ പറയുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇവർ മാർച്ച് 1 പറയുന്നുണ്ടെങ്കിലും ഇതൊരു ടെൻറ്ററ്റീവ് അപ്ഡേറ്റ്സ് ആണ്. മനസ്സിലായി? ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും പറയാം. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഈ ഒരു ഡേറ്റ് ആണ്. അതിനുശേഷം നിങ്ങൾ ട്രെയിനിങ്ങിന് പോകുന്ന നോക്കൂ, നിങ്ങളുടെ ഡോക്യുമെന്റ് വേരിയേഷൻ നടക്കാൻ പോകുന്നത് 20 മാർച്ചിനാണ്. അതിനുശേഷം നിങ്ങൾ ട്രെയിനിങ് സെന്ററിലോട്ട് അയക്കുന്നത് ഏപ്രിൽ 19-നാണ്. നിങ്ങൾ ട്രെയിനിങ് സ്റ്റാർട്ട് ആകാൻ പോകുന്നത് 1st മെയിലാണ്. ട്രെയിനിങ് സ്റ്റാർട്ട് ആകാൻ പോകുന്നത് എപ്പോഴാണ്? 1st മെയിലാണ്. ഒന്നുകൂടി ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ കാണിക്കാം ഈ അപ്ഡേറ്റ്സ്. നോക്കൂ കുട്ടികളെ, ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. നിങ്ങളുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ അപ്ഡേറ്റ്സ് ആണിത്. അതിനുശേഷം നിങ്ങളുടെ ട്രെയിനിങ് സെൻറ്ററിലേക്ക് പോകുന്ന അപ്ഡേറ്റ് ആണിത്. അതിനുശേഷം നിങ്ങളുടെ ഇത് ട്രെയിനിങ് സ്റ്റാർട്ട് ആവുന്ന അപ്ഡേറ്റ് ആണ്. ഞാൻ ഒന്ന് വായിച്ചു കളയാം. നോക്ക്, ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റിയ അപ്ഡേറ്റ്സ് എല്ലാം. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന്. ഇനിയും 1-2 കാര്യങ്ങൾ കൂടി നിങ്ങൾ അറിയാനുണ്ട്. അതായത് 2026 നെക്സ്റ്റ് ഇയർ റാലി എപ്പോൾ വരും കുട്ടികളെ, അതിൻ്റെ അപ്ഡേറ്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 99%യും നിങ്ങളുടെ റാലി വരാൻ പോകുന്നത് ജൂൺ ആൻഡ് ജൂലൈ മന്തിലായിരിക്കും. അതാണ് ഇപ്പോൾ കാണുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ആൾറെഡി നമുക്ക് ലഭിച്ച അപ്ഡേറ്റ് ആണ്. ഇനി ഒരു 1% കൂടി അപ്ഡേറ്റ് ഉണ്ട്. അതിൽ എന്തെങ്കിലും മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഒഫീഷ്യലായിട്ട് ഇതേ രീതിയിലുള്ള അപ്ഡേറ്റ് നമുക്ക് 2026-27 ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ. 2025-26 എക്സാം എഴുതിയ കുട്ടികളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരാൻ പോകുന്ന അപ്ഡേറ്റ് നിങ്ങൾക്ക് മനസ്സിലായി. ആ ഒരു കുട്ടികൾ ട്രെയിനിങ്ങിന് എപ്പോൾ പോകുമെന്ന് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇതിനകത്ത് 1 year 2 year 3 days ഫ്രണ്ട് ഡേ ബാക്കിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായി? കാരണം ഇത് ടെൻറ്ററ്റീവ് അപ്ഡേറ്റ്സ് ആണ്. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, നെക്സ്റ്റ് ടിയർ റാലി എപ്പോഴാണ് വരാൻ പോകുന്നത് അതിൻ്റെയും ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും. പിന്നെ കുട്ടികളെ നോക്കൂ, നമ്മളെ 2026 ആർമി GDയുടെയും ട്രേഡ്സ്മാൻ്റെയും ഓഫീസ് അസിസ്റ്റൻറ്റ് ടെക്നിക്കൽ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് എല്ലാ ട്രേഡിൻ്റെയും ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ടിയർ റാലിക്ക് തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആർമി GDയുടെ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കാഡമിയിലെ ഓഫ്ലൈൻ ക്ലാസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. മനസ്സിലായ? ഒരേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഫിസിക്കലും അതേപോലെ തന്നെ ക്ലാസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഈസി ആയിട്ട്. ഡെഫിനറ്റ്ലി ടിക്കകത്ത് വരുന്ന 50 ക്വസ്റ്റിനകത്ത് എന്തായാലും നിങ്ങൾക്ക് 50 ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതേ രീതിയിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ 2026 ആർമി റാലിക്ക് മാത്രം തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെയും എല്ലാ ക്ലാസ്സുകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ട്രേഡ് വൈസ് ക്ലാസ്സുകളാണ്. ട്രേഡ്സ്മാൻ, ടെക്നിക്കൽ ഓഫീസ് അസിസ്റ്റന്റ്, നേഴ്സിംഗ് അസിസ്റ്റന്റ് എല്ലാത്തിനെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ലൈവ് ക്ലാസ് അവൈലബിൾ ആണ്, റെക്കോർഡഡ് ക്ലാസ് അവൈലബിൾ ആണ്. സ്റ്റഡി മെറ്റീരിയൽ കിട്ടും, പ്രാക്ടീസ് പേപ്പർ കിട്ടും, റിവിഷൻ ക്ലാസ്സസ്, വീക്ക്ലി എക്സാംസ്, മോക്ക് ടെസ്റ്റ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അതേപോലെ നമ്മുടെ പ്ലാറ്റ്ഫോമിലെല്ലാം ഉടനെ ജോയിൻ ചെയ്യണം. പിന്നെ എയർഫോഴ്സിൻ്റെയും XY മെഡിക്കൽ അസിസ്റ്റന്റ്, പിന്നെ നോൺ കോമ്പാറ്റന്റ് എല്ലാത്തിൻ്റെയും ക്ലാസ്സുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാവുന്നതാണ്. എയർഫോഴ്സ് XY മെഡിക്കൽ അസിസ്റ്റന്റ് കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സ്റ്റേജ് 1-ൻ്റെയും സ്റ്റേജ് 2-ൻ്റെയും ഫുൾ ഫെസിലിറ്റീസ് ലഭിക്കുന്നതായിരിക്കും. സ്റ്റേജ് 1-ൻ്റെ റിട്ടൺ ക്ലാസ്, സ്റ്റേജ് 2-ൻ്റെ SRT, GD, ഫിസിക്കൽ ട്രെയിനിങ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു ഒറ്റ ഫീസിൽ തന്നെ.
ജോയിൻ ചെയ്യാൻ താല്പര്യം ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. 2026 തന്നെ നിങ്ങൾക്ക് ഇന്ത്യൻ ആർമി എങ്കിൽ ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എയർഫോഴ്സ് എങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. 100% ഗ്യാരണ്ടിയോടെ ഞാൻ പറയുകയാണ്. ചാൻസ് മിസ്സാക്കരുത്. പ്രോപ്പർ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ജോയിൻ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾ പറയുക കേട്ടോ കുട്ടികളെ. അതേപോലെ നമ്മുടെ പ്ലാറ്റ്ഫോമെല്ലാം നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. ആനന്ദ് ഡിഫൻസ് അക്കാഡമി ഇൻസ്റ്റാഗ്രാം പേജാണ്, ഫോളോ ചെയ്യുക എല്ലാവരും. അതേപോലെ നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ഇവിടെയും ജോയിൻ ചെയ്യുക. കറക്റ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്നും കിട്ടും. ഫൈനലി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഉടനെ തന്നെ ഈ നമ്പറിൽ കോൾ ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക. എല്ലാ അപ്ഡേറ്റും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ എന്തെങ്കിലും പേഴ്സണൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമാണ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന്. കാരണം ഇതേ കണക്ക് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ കേരളത്തിലെ ഒരു അക്കാഡമിയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.